ബോർഡ് എക്സാമിന് ഇല്ലാത്ത ഈ ചാപ്റ്ററുകളിൽ നിന്ന് 16 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമിന് വന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. +1 ആണോ +2 ആണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ബോർഡ് എക്സാം ഡിലീറ്റഡ് ടോപ്പിക്കുകളിൽ നിന്ന് നീറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ടോ? നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു സംശയമാണിത്. സോ അങ്ങനെയാണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ കെമിസ്ട്രിയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയാം നമ്മുടെ കെമിസ്ട്രിയുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ, നീറ്റ് എക്സാമിൻ്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ഒരു ഓർഡറിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സിലബസിൽ കാണാവുന്ന ഒരു ചാപ്റ്ററാണിത്, പി ബ്ലോക്ക് എലമെന്റ്സ്. എന്താ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത? ഈ ചാപ്റ്റർ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നില്ല. +1 +2 സിലബസിൽ നമുക്കത് നിലവിലില്ല. സോ ഇതൊരു ഡിലീറ്റഡ് ടോപ്പിക്കാണ്. ബട്ട് നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങളിത് പഠിക്കണം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്? ഗ്രൂപ്പ് 13 to 18 എലമെന്റ്സിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതിന്റെ ആദ്യ ഭാഗം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ് ടു അനോമലസ് ബിഹേവിയർ, അല്ലെ, അനോമലസ് ബിഹേവിയർ വരെയുള്ള ഭാഗങ്ങളാണ് ഓരോ ഗ്രൂപ്പിലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ നീറ്റ് പരീക്ഷയ്ക്ക് പി ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് വരാനുള്ളത്. അതേപോലെ മക്കളെ, അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രി പറഞ്ഞാൽ നമ്മൾ സോൾട്ട് അനാലിസിസും ടൈട്രേഷനും ഒക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് പ്രാക്ടിക്കൽ കെമിസ്ട്രി. സോ ഈ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും നമുക്ക് നീറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണെന്നല്ല, പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. മക്കളെ, കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 16 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതായത് 4 ചോദ്യങ്ങളാണ് ഈ ഒരു ബോർഡ് എക്സാം ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്ന് വന്ന, അതായത് പി ബ്ലോക്കിൽ നിന്നും പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ +1 കെമിസ്ട്രിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഏതാ ചാപ്റ്റർ? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇത് ലാസ്റ്റ് ഇയർ നീറ്റിന്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതേപോലെ മക്കളെ, +2ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്ക് കാണാം +1ൽ നിന്ന് ആകെ 23 ചോദ്യങ്ങളാണ്, 23 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചെങ്കിൽ +2ൽ നിന്നും 23 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ +1ൽ നിന്ന് 23, +2ൽ നിന്ന് 23, അതേപോലെ പ്രാക്ടിക്കൽ കെമിസ്ട്രി 2 ചോദ്യങ്ങളുണ്ട്, അതേപോലെ പി ബ്ലോക്ക് എലമെന്റ്സിന് 2 ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ നീറ്റ് കെമിസ്ട്രിയുടെ 50 ചോദ്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട +1നും +2നും ഓൾമോസ്റ്റ് ഒരു ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് +2നോടൊപ്പം തന്നെ +1നും നിങ്ങൾ പ്രാധാന്യം നൽകണം എന്ന് കരുതി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ +2 തന്നെ പഠിച്ചോ. പക്ഷേ ബോർഡ് എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളുണ്ടല്ലോ നീറ്റ് പരീക്ഷയുടെ മുമ്പ്, ആ സമയത്ത് 1 by 1 ഓരോ ചാപ്റ്ററുകൾ നിങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്ത് നീറ്റ് എക്സാമിന് തയ്യാറെടുക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സോ +1നും +2നും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെ. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വന്നാൽ, ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്താൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കെമിസ്ട്രി അറിയാലോ, ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുള്ള ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷന്, സൊല്യൂഷന്, കൈനറ്റിക്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വെയിറ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഒരു വർഷം അടുത്ത വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവും. ബട്ട് എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ഈ വർഷത്തെ തയ്യാറെടുപ്പിന് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ധാരണയിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ മക്കളെ, ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ചോദ്യങ്ങൾ ആവറേജ് ഈസി ലെവലിൽ നിൽക്കുന്ന 45 ക്വസ്റ്റ്യൻസ്, 50 ചോദ്യങ്ങളിൽ 45ഉം ഈ ഒരു ആവറേജ് അല്ലെങ്കിൽ ഈസി എന്ന് പറയുന്ന നിലവാരത്തിലായിരുന്നു. ഒരു ഡിഫിക്കൽട്ട് ലെവലിലേക്ക് വരാവുന്ന ഒരു 5 ചോദ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. സോ നമ്മൾ നോക്കിയാൽ, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മുടെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിന് അടുത്തേക്ക് തന്നെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത കൂടെ നിങ്ങൾക്കറിയാം, 50 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, 45 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം നമുക്ക് സെക്ഷൻ ബിയിൽ 15ൽ 10 ആൻസർ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല.
45-ൽ 45 ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പി ബ്ലോക്കിൽ നിന്നോ മറ്റ് ചാപ്റ്ററിൽ നിന്നോ ക്വസ്റ്റ്യൻ വന്നാൽ അതിന് പകരം വേറെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് മാർക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടെ മക്കൾ മനസ്സിലാക്കുക. ഓക്കെയാണ്. സോ അതുകൊണ്ട് ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരും നല്ല രൂപത്തിൽ നമ്മുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.